നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലി രാമൻ കഥയാണ്. രാമൻ്റെ മകൻ ബാലനായ ഒരു കുട്ടിയാണ്. എങ്കിലും അവനും തെനാലി രാമനെ പോലെ വിരുദ്ധനാണ്. അക്കാര്യം തെളിയിച്ച ഒരു സംഭവ കഥയാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ വിശേഷപ്പെട്ട പലതരം പൂക്കളുണ്ട്. ആ പൂവ് ചൂടണമെന്ന് ഒരു സ്ത്രീക്ക് ആഗ്രഹം. ആ സ്ത്രീ മറ്റാരുമല്ല, തെനാലി രാമൻ്റെ ഭാര്യ തന്നെ. കൊട്ടാരത്തിലെ രാജ്ഞിമാർക്കും രാജകുമാരികൾക്കും മാത്രമുള്ളവയാണ് ആ പൂക്കൾ. അവ മറ്റാർക്കും കൊടുക്കുകയില്ലെന്ന് രാമൻ്റെ ഭാര്യയ്ക്കും അറിയാം. അവർ മകനെ കൊണ്ട് പൂക്കൾ കട്ടെടുത്ത് ധരിക്കും. ഇക്കാര്യം തെനാലി രാമൻ പോലും അറിഞ്ഞിട്ടില്ല. എങ്കിലും വസ്തുത രാജസേവകന്മാരിൽ ചിലർക്ക് അറിയാം. അവരത് പലതവണ കണ്ടിട്ടുള്ളതാണ്. രാമനോട് ഉള്ളിൽ വിരോധമുള്ളവരുമാണ് അക്കൂട്ടർ. രാമൻ്റെ പുത്രനെ പൂവോടുകൂടി പിടിക്കണം. അത് തെനാലി രാമന് നല്ലൊരു തിരിച്ചടിയാവും. അവർ തമ്മിൽ രഹസ്യമായി ആലോചന നടത്തി. ഒരു പരിപാടിയും അതിനായി തയ്യാറാക്കിയവർ. ഒരു ദിവസം രാവിലെ അവർ സംഘം ചേർന്ന് നിൽപ്പായി. രാമൻ്റെ മകൻ ഒളിച്ച് ഉദ്യാനത്തിൽ കയറിയിരിക്കുന്നു. അവർ ചക്രവർത്തിയെ വിവരം ധരിപ്പിച്ചു. ബാലനെ പിടിച്ച് ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുചെല്ലണമെന്ന് ഉറപ്പും പറഞ്ഞു. ഓരോരുത്തരായി വാതിലുകളിൽ കാവൽ നിന്നു. കൊട്ടാരത്തിൽ നിന്ന് രാജവീതിയിൽ ഇറങ്ങുന്നതിനുള്ള വാതിലിലോ അനേകം പേർ ഒന്നിച്ചു നിലകൊണ്ടു. അതുവഴി വേണം കള്ളന് പുറത്തു പോകാൻ. അതുകൊണ്ടാണ് ധാരാളം രാജസേവകന്മാർ അവിടെ നിന്നത്. ചിലർ ചെന്ന് തെനാലി രാമനെ കണ്ടു. രാമ, നിങ്ങൾ ഞങ്ങളോടൊന്നിച്ച് പുറം വാതിലിൽ നിൽക്കണം. അതപ്പോൾ നിങ്ങൾക്കും നേരിട്ട് അറിയാറാകും നിങ്ങളുടെ മകൻ പൂ മോഷ്ടിക്കുന്ന കള്ളനാണെന്ന്. അവർ കൂട്ടത്തോട് തെനാലി രാമനോട് വിവരം പറഞ്ഞു. അവരോടൊന്നിച്ച് രാമൻ അവിടേക്ക് പോയി. അല്ലാതെ മറ്റൊരു മാർഗമില്ലല്ലോ. രാമൻ എന്തോ ആലോചിക്കുകയാണ്. എന്താ രാമ, നിങ്ങൾ ഒന്നും പറയാത്തത്? കൂടെ നിന്ന ഭടന്മാർ അന്വേഷിച്ചു. അപ്പോൾ രാമൻ ഒരു പൊടിക്കൈ പ്രയോഗിച്ചു. ഞാൻ എന്തു പറയാനാണ്? എൻ്റെ മകന് വല്ലതും പറയാനുണ്ടെങ്കിൽ അവൻ പറഞ്ഞുകൊള്ളും. എങ്കിലും എനിക്ക് ഒന്ന് തോന്നുന്നുണ്ട്. അവൻ ഉദ്യാനത്തിൽ കടന്നതും പൂക്കൾ ഇറുക്കാനല്ല, മറിച്ച് പച്ചില മരുന്നുകൾ പറിക്കാനായിരിക്കും. അവൻ്റെ അമ്മ പച്ചില മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അതും ഈയിടയ്ക്കായിട്ട് പച്ചില മരുന്നുകളുടെ ഉപയോഗം വളരെ കൂടുതലാണ്, തെനാലി രാമൻ പറഞ്ഞു. തെനാലി രാമൻ